ഹായ് ഗായ്സ്, വെൽക്കം ടു അക്ഷിത വ്ളോഗ്. നമ്മൾ തായ്ഫിലേക്ക് അച്ചുകൂട്ടനും അപ്പുജിയൊക്കെ വന്നുകൊണ്ട് ട്രിപ്പ് പോകുന്നതാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പും തായ്ഫിലേക്ക് ട്രിപ്പ് പോയത് ഒരു 2 പ്രാവശ്യം വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ റെഡ് സീ ടൂറിൻ്റെ കൂടെയാണ് പോയത്. ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് റോസ് ഗാർഡൻ ആയിരുന്നു. ഇപ്പം സീസൺ അല്ല, പക്ഷേ അതുകൊണ്ട് ഫ്ലവേഴ്സ് അധികം ഇല്ല. ഡിസംബർ ഒരു മെയ് ആ ഒരു സമയത്താണ് ഫ്ലവേഴ്സ് നല്ലപോലെ ഉണ്ടാവുക. അപ്പം നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്തു ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷേ ഒത്തിരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെയുള്ള ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അതൊരു കഫറ്റീരിയ കൂടിയാണ്, നമുക്ക് അവിടെ ഇരുന്ന് കോഫി കുടിക്കാം. പിന്നെ പെർഫ്യൂംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അവിടെ തന്നെ ഉണ്ടാക്കുന്ന പെർഫ്യൂംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 50 റിയാലിനൊരു പാക്കേജ് പോലത്തെ ഒരു സംഭവമാണ്. അതിനകത്തൊരു റോസ് വാട്ടർ ഉണ്ടായിരുന്നു, ഒരു ബാം ഉണ്ടായിരുന്നു, ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു, 2 കുഞ്ഞ് അത്തർ ഉണ്ടായിരുന്നു, ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടിയിലൊക്കെ നമ്മൾ വെക്കില്ലേ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്രയും ആയിട്ടൊരു പാക്കേജ് 50 റിയാലിനാണ് അവിടെ കിട്ടിയത് കേട്ടോ. പിന്നെ അവിടെ കൂടെ നടക്കാനൊക്കെ നല്ലതാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ അവർ ഇങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. ഒരു 10,000 റോസ് ഇട്ടിട്ടാണ് അവർക്കൊരു സ്മോൾ എമൗണ്ട് പെർഫ്യൂം കിട്ടുന്നത്. അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് അവർ വീഡിയോ പ്ലേ ചെയ്തിട്ട്, ഈ പുള്ളിയുടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് 50 റിയാലിന്. പുറത്തുനിന്ന് വാങ്ങുമ്പം ഒരു ഇതിന് മാത്രം എത്രയോ 10-15 റിയാലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതാണ് കേട്ടോ ആ വീഡിയോയിൽ കാണുന്നത്. എടാ അതിനകത്ത് കാണിക്കുക, ഒരു കുഞ്ഞൊരു പച്ചക്കളർ കണ്ടില്ലേ, അത്ര എമൗണ്ടാണ് അത്രയും ഫ്ലവേഴ്സ് ഇട്ടിട്ട് കിട്ടുന്ന പെർഫ്യൂം. ഒത്തിരി പേര് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വ്ളോഗേഴ്സാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശുകാരുണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാൻസ് ഉണ്ടായിരുന്നു, ശ്രീലങ്കൻസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഇന്ത്യൻസ്, അത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾ സാമ്പിളിനായിട്ട് പെർഫ്യൂം തന്നായിരുന്നു. നല്ല സ്മെല്ലായിട്ടോ, എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം മേടിച്ചത് കേട്ടോ. അതാ പാക്കറ്റാണ്, ഞാൻ പറഞ്ഞ സംഭവമാണ് അവർ കാണിച്ചു തരുന്നത്. എനിക്കൊന്നു അവർക്കും എന്താ പറയുക, നമ്മളെ കൊണ്ടുപോകുന്നതിന് കൊടുത്തായിരുന്നു തോന്നുന്നു ഒരു പാക്കറ്റ്. ഈ 2 ചേട്ടന്മാരാണ്, 2 ബസ്സായിട്ടാണ് നമ്മൾ പോയത്. ഒരു ബസ്സിൽ ഓൾമോസ്റ്റ് ഒരു എത്ര പേരുണ്ടായിരുന്നുണ്ടാവും ബാബു ചേട്ടാ? 50 പേര്, 40-47 പേരുണ്ടായിരുന്നു കേട്ടോ ഒരു ബസ്സിൽ. അങ്ങനെ 2 ബസ്സായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഹൈഫ മാളിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6:30 എന്ന് പറഞ്ഞെങ്കിലും എടുത്തപ്പോഴത്തേനും 7:30 ആവാറായി കാണും. എല്ലാവരും വന്ന് അങ്ങനെയൊക്കെ. ഇതാണ് അതിനോട് ചേർന്നുള്ള കഫറ്റീരിയ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒക്കെ നമുക്ക് ചൂടാണ് ഫീൽ ചെയ്തത്, പക്ഷെ വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ കണ്ടു കോടയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ കേബിൾ കാറിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണിത്. അവിടെ ചെന്നപ്പോഴത്തേനും ഒക്കെ ചെറുതായിട്ട് കോടയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി തണുപ്പൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അവിടെയാണ് നമുക്ക് ഉള്ളിൽ ഇത്തിരിയും കൂടെ ക്ലൈമറ്റ് നല്ല ചില്ലായിട്ട് ഫീൽ ചെയ്തത്. കണ്ടോ, നല്ല കോട വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എഴുതിയ ടൈമിങ് തെറ്റായിരുന്നു കേട്ടോ. തണുപ്പായതുകൊണ്ട് അച്ചുകൂട്ടൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇട്ടു. അവൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചെങ്കിലും ഞാൻ ആ ഭാഗമൊക്കെ എഡിറ്റ് ചെയ്തു കേട്ടോ. കാരണം ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത വീഡിയോസാണ്, എല്ലാവരുടെയും ഇച്ചിരി വീഡിയോ ആണ് എടുത്തത്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാം തന്നെ തീരുമാനിച്ചു. നമ്മൾ മാത്രമല്ല, ഒത്തിരി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രൈഡേ 14th ഒത്തിരി ആൾക്കാർ ട്രിപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
നമ്മൾ ചെന്നപ്പോൾ മൊത്തവും നിറച്ചും ആൾക്കാരാണ്. അതാണ് നമ്മുടെ റോപ്പ് കേബിൾ കാർ. 5 പേരായിരുന്നു കേട്ടോ, 6 പേർക്കാണ് നമുക്കെല്ലാം ഉള്ളത്. ഇവരുടെ കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ടിക്കറ്റിന്, ഒരാളുടെ ടിക്കറ്റിന് 60 റിയാലാണ് എടുത്തത്. കുഞ്ഞുങ്ങൾക്ക് ബിലോ 4 ഇയേഴ്സിനാണ് പൈസ ഇല്ലാത്തത്. പക്ഷേ ബാക്കി അച്ചുകൂട്ടനൊക്കെ 50 റിയാൽ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ കയറുവാണ് അതിനകത്തേക്ക്. പിന്നെ നമ്മുടെ കൂടെ ഒരു ഫിലിപ്പിനോ കപ്പിൾസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇന്ത്യൻ ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അവർ തമിഴ്നാട്ടുകാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി. അതായത് ഈ എന്താ പറയുക, ഇതിനകത്ത് കയറാൻ എല്ലാവർക്കും പേടിയായിരുന്നെങ്കിലും ഇത് നല്ലൊരു മസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നൊക്കെ പറയില്ലേ, തായ്ഫിൽ പോകാമെന്നുണ്ടെങ്കിൽ അതാണ്, മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മൊത്തവും തായ്ഫും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ ട്രാവൽ ചെയ്ത വേ കാണാൻ പറ്റും. കുറച്ച് ടെൻഷനും ഉണ്ടാവും ഇടയ്ക്ക്. ചെറുതായിട്ട് പേടി വരുന്നതാണ് ആ മുഖത്ത് കണ്ടത് കേട്ടോ. നമ്മൾ ഈ റോപ്പിൽ കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന ഒരു പാർക്കാണത്. ശരിക്കും നമുക്കവിടെ ഇറങ്ങാം, അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് കൊള്ളാത്തതുകൊണ്ട്, മഴ പെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടും നമ്മൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു. നമ്മൾ തിരിച്ച് അതേപോലെ റിട്ടേൺ അടിക്കുകയാണ് ചെയ്തത്. അവിടെ പോകുമ്പോഴാണ് നമുക്കവിടെ ഒരു ഡ്രൈവും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പോകുമ്പോൾ നമുക്കൊന്ന് തോന്നും, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തോന്നും ഭയങ്കര പതുക്കെ ഇത് പോകുന്നതെന്ന്. ഏകദേശം ഒരു 15 മിനിറ്റോളം അങ്ങോട്ടും 15 മിനിറ്റോളം ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഈ യാത്ര. പതിനഞ്ച് മിനിറ്റ് അല്ല കേട്ടോ. അപ്പം ചേട്ടൻ ഇവിടെ ഇരുന്ന് പറയുവാണേ 24 മിനിറ്റ് ഉണ്ടെന്ന്. എനിക്ക് അത്രയൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു, സോറി. ഏത് ഈ റോപ്പോ 4.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ റോപ്പ്. ഇതാണേ ആ പാർക്ക്. നല്ല പാർക്കാണ് കാണാനായിട്ട്. പക്ഷെ അവിടെ ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റിയില്ല. ഇതവിടെ നിന്ന് തിരിച്ച് ഉള്ള യാത്രയിലെ വ്യൂസാണ്. മരുഭൂമി എന്ന് പറയുന്നതിലൊക്കെ ഒരു പാറക്കെട്ടും എന്താ പറയുക അങ്ങനത്തെ ഏരിയയാണ് കൂടുതലും. മണലല്ല ഞാൻ കണ്ടത്, കൂടുതലും മലയാണ്.
പിന്നെ ഇവരുടെ തന്നെ അബഹയിലേക്ക് ട്രിപ്പുണ്ട്, അതുപോലെ റിയാദിലേക്ക് ട്രിപ്പുണ്ട്. കുറേ ട്രിപ്പ് ഈ എന്താ പറയുക റെഡ് സീ ടൂർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വേറെ എവിടെയും പോകാനുള്ളൊരു സ്ലോട്ട് ഇല്ലായിരുന്നു. കാരണം ഡിസംബർ 10 ഇവർ റിട്ടേൺ പോവും. എനിക്ക് ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ തായ്ഫ് തന്നെ തിരഞ്ഞെടുത്തത്. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കണ്ടോ, നിറച്ചും പാറ. അതെങ്ങാനും പൊട്ടി താഴെ വീണാൽ കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. മൊത്തവും പാറക്കെട്ട. പിന്നെ കൃത്യമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്, നമ്മൾ കൃത്യമായിട്ട് എവിടെയും അങ്ങനെ സ്ഥിരമായിട്ട് എവിടെയൊന്നും പോകുന്നില്ല. പോകുന്ന വീഡിയോസ് കുട്ടി എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു 15 മിനിറ്റെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വാച്ചവേഴ്സ് വളരെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ്. 3-4-5 വർഷമായിട്ടും സ്റ്റിൽ 400 സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നൊരു ചാനലെന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പോലുള്ള ഒരു അക്കൗണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടം, അതിന് വേണ്ടി നടക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. ചിലവർ ചോദിക്കും, ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ചോദിക്കും ഇപ്പോൾ വീഡിയോ ഇടാറില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അവർ തന്നെയാണേലും ഇട്ടാൽ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. എന്നാലും എൻ്റെ ഒരു വട്ട് അത്രേ ഉള്ളൂ. എല്ലാം ഓരോരോ വട്ടുകളല്ലേ. ഇന്ന് ഓഫാണ്, അപ്പോൾ കിച്ചണിൽ ചെറുതായിട്ട് പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വ്ലോഗ് ഇടുന്നതാണ്. അതാണ് ഒരു തട്ടിലും മുട്ടലൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നത്. കാരണം ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ സമയമൊന്നും വേറെ ഇല്ല. ഈ പെങ്കൊച്ചിനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതിനകത്ത് ഇരുന്നിട്ട്. അപ്പം എൻ്റെ മോള് ഹച്ചിക്കുട്ടൻ അവളെന്നെ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ടായിരുന്നു, ആൻറ്റിക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് എന്താ? ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ മീൻകറിയും പിന്നെ ചാള വറുത്തതും ആണ് കേട്ടോ. അതുണ്ടാക്കുകയാണ് അടുക്കളയിൽ. പിന്നെ നമുക്ക് അന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ബർഗറായിരുന്നു, ഉച്ചയ്ക്ക് നമുക്ക് കപ്സ റൈസ് ആയിരുന്നു, വൈകിട്ടത്തേക്ക് വീണ്ടും അവർ നമ്മുടെ അൽബേക്ക് അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വേറെ ഏതോ ബ്രാൻഡിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലത്തെ നമ്മുടെ അൽബേക്കിൻ്റെ നഗറ്റ്സ് പോലത്തെ തന്നെ ആ ബ്രാൻഡിൻ്റെ ബ്രോസ്റ്റഡാണ് തന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് അപ്പുച്ചൻ ചുമ്മാ എടുത്താട്ടോ ഞാനും അച്ചിക്കുട്ടനും കൂടെ നടന്ന് വരുന്നത്. കാരണം സാധാരണ അവൾ വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞാൽ അവൾ വരാറില്ല. ഇത് നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് എത്തിയിട്ട് സ്ട്രോബെറി ഫാമിലേക്ക് നടക്കുന്നൊരു വേ ആണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേനും ആ ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് ചേഞ്ചായി കേട്ടോ. ഇപ്പോൾ ക്യാമറ ഗേൾ അച്ചിക്കുട്ടനാണ്, അതാണ് ഞങ്ങളെ തന്നെ കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് പുള്ളിക്കാരി എൻ്റെ നിന്ന് ക്യാമറ വാങ്ങും, ഇടയ്ക്ക് തിരിച്ചു തരുകയും ചെയ്യും. ഭാവിയിലെ യൂട്യൂബർ ആവാനുള്ള അന്നേരം ഞാൻ ഈ ചാനൽ അങ്ങോട്ട് കൈമാറേണ്ടതാണ്. കാരണം അവളുടെ പേരിലാണല്ലോ നമ്മുടെ ചാനൽ. ട്രെയിനിങ്ങിലാണ് കൊച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏഷ്യനില്ല അത്രയ്ക്ക്. ഡാൻസാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ. പണ്ടാ പൂച്ചൻ അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ടൊന്നും അങ്ങനെ വരത്തില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തോ ചെറിയൊരു മാറ്റമുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴൊന്നും മുഖമൊക്കെ ഒന്ന് കാണുന്നുണ്ട്.
പറയാറില്ല. എല്ലാവർക്കും മാറ്റങ്ങളുണ്ടല്ലോ. സോ അവിടെയും മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് വേണം കരുതാനായിട്ട്. ഇത് നമ്മൾ സ്ട്രോബെറി ഫാമാണ്. ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാത്തത് നമ്മളിതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ബോറിങ് ആവുമെന്നുള്ളതുകൊണ്ട് ഇത്തിരിയാണ് എല്ലാം ഇട്ടത്. നോർമലി ഇവിടെ പോകുമ്പോൾ 35 റിയാലാണ്. നമ്മൾ റെഡ് സീറ്റേഴ്സിൻ്റെ കൂടെ പോകുമ്പം 25 റിയാലാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അവിടെ പോയി നമ്മൾ ചോദിച്ചൊന്നുമില്ല, അവർ പറയുന്ന ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് അറിയത്തുള്ളൂ. ഇതവിടുത്തെ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു ഏരിയയാണ്. നമ്മൾ ഫക്കിയുടെ അക്വേറിയത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ വെച്ച് അവിടുത്തെ മീനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അധികം മീനൊന്നുമില്ല. പക്ഷേ അവിടുത്തെ എൻട്രി പാസ് വെച്ച് നോക്കുമ്പം ഇവിടെ ഈ ഒരു എൻട്രി പാസ് കൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും, ബേർഡ്സിൻ്റെ ഏരിയ കാണാൻ പറ്റും. അപ്പം ഇതാണല്ലോ നല്ലത്. കുറേ ഇടത്തിലൊന്നും ഫിഷൊന്നും ഇല്ല കേട്ടോ. കുറേ ഇടത്തിൽ പായലൊക്കെ വന്ന് മൂടിക്കിടക്കുന്ന പോലെ തോന്നി. പിന്നെ കൂടുതലും ചെമ്മീനൊക്കെയാണ്. ആ ഫിഷ് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. തലയിൽ തൊപ്പിയുള്ള ഒരു ഫിഷ്. പേരെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനിട്ട പേരാണ് തലയിൽ തൊപ്പിയുള്ള ഫിഷ്. ഈ ഫിഷ് കാണാൻ നല്ലതായിരുന്നു, കുഞ്ഞു മീൻ, പക്ഷെ നല്ല. പിന്നെ ഇതൊരു ട്രാൻസ്പാരൻറ്റ് ഫിഷാണ്. പിന്നെ ഇത് നമ്മൾ ബേർഡ്സിൻ്റെ ഏരിയയിലേക്ക് ചെന്നതാണ്. ഇവിടെ നമുക്ക് ബേർഡ്സിനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ അവർ ആർട്ടിഫിഷ്യലി മഴ പോലെ പെയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ മഴ പോലെ പെയ്യണം. ആ വെള്ളത്തിലേക്ക് കണ്ടു ഡ്രോപ്സ് വീഴുന്നത്. നമ്മൾ മേത്ത് നനയുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ആ മഴ പെയ്ത് കഴിഞ്ഞിട്ടാട്ടോ താഴത്തേക്ക് പോയത്. ഇത് വ്ളോഗ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നമുക്ക് ആ ബേർഡ്സിനെ എടുത്ത് പിടിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം പണ്ട് അതിൻ്റെ അറ്റത്തായിട്ടായിരുന്നു പാമ്പിനെയും അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പലതരം പാമ്പ്, അണ്ണാൻ, പിന്നെന്തായിരുന്നു അപ്പം ചേട്ടാ? പാമ്പും അണ്ണാനും മുതലയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനത്തെ സംഭവമൊക്കെ. വലിയ പാമ്പാട്ടോ അത്. ഉടുമ്പ്, അതിൻ്റെ പേരാണ്. ഇതെന്താ പേര് എനിക്കറിയില്ല. ചീങ്കണ്ണിയാണോ? ചീങ്കണ്ണിയൊന്നുമല്ല, എന്തോ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനധികം മൈൻഡ് ചെയ്യാൻ പോയില്ല.
അച്ഛനും മോളും കൂടി കൂടുതലായിട്ട് കാണാൻ വേണ്ടി പോയി നിൽപ്പുണ്ടായിരുന്നേ. അത് പ്ലാസ്റ്റിക് കേട്ടോ, ചുമ്മാ. കാലിലിട്ട് ചവിട്ടണം. ഇവിടെ വിശന്ന് തുടങ്ങി, അപ്പം വീഡിയോ നിർത്ത്, ഫുഡ് തരാൻ പറയുകയാണേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള ഡെസ്റ്റിനേഷനാണ് സൂവിലോട്ട് ചെന്നു. സൂവിൽ നമുക്ക് 15 റിയാലാണ് എൻട്രി ആയിട്ട് ടിക്കറ്റിന് എടുക്കേണ്ടത്. പിന്നെ സെപ്പറേറ്റ് നമുക്ക് അവിടെ ഡോൾഫിൻ ഷോ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡോൾഫിൻ ഷോന് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയണത് 35 റിയാലാണ്, കുട്ടികൾക്ക് 30 റിയാൽ. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് സൂവിലുള്ളത്. സൂവിൽ പ്രത്യേകിച്ച് ആനിമൽസ് ഒന്നുമില്ല, കുറേ സിംഹങ്ങളുണ്ട്, പിന്നെ ഒരു ആനയുണ്ട് ഇച്ചിരി പ്രായമായത്, ഒരു ജിറാഫ്, പിന്നെന്താ, പിന്നെ നമ്മുടെ കാക്കേനെ അവിടെ കണ്ടു കേട്ടോ. നമ്മളവിടുത്തെ ഇതാണ് കേട്ടോ ഡോൾഫിൻ ഷോയുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ്. ഡോൾഫിൻ ഷോ ഇപ്പം തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചധികം നേരമായിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം ആണ് തുടങ്ങിയത്. ഇതിന് നമുക്ക് ടൈമിംഗ് ഉണ്ട്, ഒരു 15 to 20 മിനിറ്റാണ് നമുക്ക് ഡോൾഫിൻ ഷോ ഉള്ളത്. പക്ഷേ അത് സംഭവം സെറ്റാണ്. കാരണം ഫക്കിയുടെ അക്വേറിയത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഒരാളുടെ ടിക്കറ്റിന് 60 റിയാലാണോ 80 റിയാലാണോ എനിക്ക് ഓർമ്മയില്ല, അത്രയാണ് അവർ ചാർജ് ആവുന്നത്. സെയിം കടൽ കുതിരയുടെയും അതുപോലെ തന്നെ ഡോൾഫിൻ്റെയും സീ ലയൻ്റെയും ഡോൾഫിൻ്റെയും ഷോ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ അതിനും ചീപ്പാണ്, ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് കാണാനും പറ്റും. സോ നമ്മൾ ഇവിടെയാണ് തിരഞ്ഞെടുത്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുഴുവൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കാരണം ഇപ്പം അധികം അങ്ങനെ എടുത്തില്ല, ജസ്റ്റ് കണ്ടത് മാത്രം കുറച്ച് ഷോർട്ട് എന്താ പറയുക വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ വലിയ ട്രെയിനിങ് ആണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു മീൻ അതിൻ്റെ വായിൽ വെച്ചിട്ട് അത് കഴിക്കണോ വേണ്ടേ എന്ന് നമ്മൾ പറഞ്ഞാലേ അത് കഴിക്കുള്ളൂ. അപ്പോൾ അത് അത്രയും ട്രെയിൻ ചെയ്യിച്ചിട്ട് വേണമല്ലോ അതങ്ങനെ കേട്ട് നിൽക്കണമെങ്കിൽ. നമ്മളെ മക്കൾ പോലും നമ്മൾ പറയണത് കേൾക്കുകയല്ലേ. അപ്പം ഇങ്ങനെ ഒരു മൃഗം
മൃഗമാണോ ജലജീവികളാണോ എന്തോ അതങ്ങനെ കേൾക്കണമെങ്കിൽ അതിനിപ്പോൾ അത്ര ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇതിന് മീൻ വായിൽ വെച്ച് മീൻ കാണിച്ചിട്ടാണ് കേട്ടോ ഈ ഷോ മൊത്തം ചെയ്യുന്നത്.